നമസ്തേ. മത്സരം തന്നോട് തന്നെ. പ്രിയരെ, 1976 സിയാറ്റിലിൽ നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിലെ ഒരു സംഭവം. മാനസികമായോ ശാരീരികമായോ ആയ വൈകല്യമുള്ളവർക്ക് വേണ്ടിയുള്ള മത്സരം. 100 വാര ഓട്ടത്തിന് 9 പേർ സ്റ്റാർട്ടിംഗ് ലൈനിലെത്തി. വെടിപൊട്ടി. എല്ലാവരും കുതിച്ചു നീങ്ങി. 100 വാര അകലത്തിലുള്ള നാടയിൽ ആദ്യമെത്തുകയെന്നതാണ് സ്വാഭാവികമായും എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷേ ചെറിയ ഒരു കുട്ടി കാല് തട്ടി താഴെ വീണ് കരയാൻ തുടങ്ങി. സാധാരണ അത്ലറ്റിക് മത്സരങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചാൽ മറ്റു ഓട്ടക്കാർ ഇത് ശ്രദ്ധിക്കാതെ ഒന്നാമതെത്താനായി ഓടി പോവുകയേയുള്ളൂ. പക്ഷേ അവിടെ ഉണ്ടായത് മറ്റൊന്നായിരുന്നു. കരച്ചിൽ കേട്ട് മറ്റ് 8 പേരും തിരിഞ്ഞു നോക്കി. വീണുകരയുന്ന കുട്ടിയോട് സഹതാപം തോന്നിയ അവർ തിരികെ വന്ന് അവനെ ആശ്വസിപ്പിച്ചു. ഡൌൺ സിൻഡ്രോം ബാധിച്ച ഒരു പെൺകുട്ടി കുനിഞ്ഞ് അവനെ കരുണയോടെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിന്റെ വേദന കുറക്കും. തുടർന്ന് 9 പേരും കൈകോർത്ത് ഒരുമിച്ച് ഫിനിഷിംഗ് ലൈനിലേക്ക് നീങ്ങി. വിസ്മയം പൂണ്ട കാണികൾ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് ആരവത്തോടെ ഏറെ നേരം കുട്ടികളെ അഭിനന്ദിച്ചു. നമുക്കാർക്കും ചിന്തിക്കാനേ കഴിയാത്ത രീതിയിൽ ചിന്തിച്ച കുട്ടികളിലെ അനുകമ്പയും കരുണാർദ്രമായ സമീപനത്തിനും പകരം വെക്കാൻ നമ്മുടെയൊക്കെ കയ്യിൽ എന്താണുള്ളത്? മത്സരിച്ചു വരുന്നയാളിനോട് അലിവ് ആർക്കാണ് തോന്നുക? അന്ന ജെയിംസൺ ഒരിക്കൽ പറഞ്ഞു, ബുദ്ധിശാലിക്ക് ചേർന്ന ഏക മത്സരം തന്നോട് തന്നെയാണ്. സ്നേഹപൂർവ്വം, രഞ്ജൻ കയനാടത്ത്.